ഹായ് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ പ്രൊഡക്റ്റീവ് ഒന്നും അല്ലേനും. അപ്പം ഇന്ന് തൊട്ട് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. വ്ളോഗ് ഞാൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും എനർജി വന്നിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടും. പക്ഷേ ഒരു സ്റ്റോപ്പ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ നല്ല പണിയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതേനും, പക്ഷെ അതൊന്നും നടന്നില്ല. ഇടയ്ക്കൊക്കെ കുറച്ച് ബ്രേക്ക് വന്നുപോയി. കഴിഞ്ഞൊരു വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ഈ ജേർണൽ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു ഒരു സ്കെച്ച് ബുക്ക് ആക്കാന്ന്. കാരണം ഒരു ജേർണൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിൽ ആക്കാനുണ്ട്. പിന്നെ വെക്കേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു? ഞാനിവിടെ കോളേജും ക്ലാസ്സും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇനിയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു സമയ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു ട്രൈപോഡ് കേടായി, പിന്നെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫോണിനും എന്തൊക്കെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ പിന്നെ അങ്ങ് സൈഡായി പോയി. വീഡിയോ എടുത്തു വെച്ചിട്ട് ശരിക്കും കുറച്ച് ദിവസങ്ങളായി. ഞാൻ എപ്പോഴും പറയലുണ്ടായിരുന്നു ഈ ഒരു ഡെസ്ക് എനിക്ക് എത്ര ഓർഗനൈസ് ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്ന്. അങ്ങനെ വെച്ചാൽ ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അപ്പൊ ഞാൻ ഇന്നും അതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ഷെൽഫൊക്കെ ഉണ്ടേനും, ആ ഷെൽഫൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ബുക്സ് ഒക്കെ ടേബിൾ മേലേക്ക് തന്നെ വെച്ച് ഈ ഒരു കോർബോർഡിന്റെ പ്ലേസ് മാറ്റിയിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പെയിന്റ് ചെയ്ത റൂം ആയതുകൊണ്ട് തന്നെ വലിയ സെറ്റപ്പ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പെയിന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വൃത്തിയിൽ കൊണ്ടുപോയി നടക്കാം. ഇതിപ്പോ എന്തായാലും ഒട്ടിച്ചോയി. അപ്പം ലാസ്റ്റിൽ ഞാൻ ഇതിന്റെയൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ച് ഒട്ടിച്ചെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവിടെ ഈ സ്റ്റിക്ക് ചെയ്ത് പറിച്ചതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതിന്റെ മേലെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പോസ്റ്റേഴ്സും കൂടെ അവിടെ ഒട്ടിച്ചതാണ്. ഹാങ് ചെയ്ത് വെച്ച പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പൊ ഒരു ജങ്കി ഫീലായി. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരു കോർണർ ആണെന്ന് തോന്നുന്നുണ്ട്. ലാസ്റ്റിലുള്ള വ്യൂല് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സൈഡിലെ ജനൽ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് സൺലൈറ്റ് അടിച്ചിട്ട് ആ ഒരു ഭാഗം നല്ല രസമുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ട്. ടേബിളൊക്കെ ഫുൾ മെസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ജേർണലിന്റെ സീരീസ് ആ സമയത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രൈപോഡും പൊട്ടിപ്പോയി. ആ ഒരു ടൈമാണ് ഇത് നെസ്ലന്റെ കോക്കോ ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്കോസ് പോലത്തെ ഒരു സാധനമാണ്. ഈ മിക്കി മൗസിന്റെ ഹെഡ് പോലത്തെ ഒരു ഷേപ്പുമാണ്. ഇപ്പം ഇടുന്ന വീഡിയോസിന് ഭയങ്കര ലെങ്ത് ഷോർട്ടായി വരുന്നുണ്ട്. ഞാൻ എടുക്കുന്ന സമയത്തും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും 10 മിനിറ്റെങ്കിലും വേണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുക. പക്ഷെ എന്റെ എഡിറ്റിംഗ് സ്കില്ലുകൊണ്ട് ഇത് 10 ഉള്ളത് 5 ഒക്കെ ആയി വരും. പിന്നെ ഞാൻ വിചാരിക്കും ഷോർട്ട് വീഡിയോ ആവുന്ന സമയത്ത് വലിയ ലാഗ് അടുപ്പിച്ചില്ലെങ്കിൽ ബോർ അടിക്കൂലോ. അതിനോണ്ടാണ് മിക്ക വീഡിയോസ് ഷോർട്ട് ആകുന്നത്. അപ്പം ഇതും കുറച്ച് ചെറിയ വീഡിയോ ആണ്. നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് കുറച്ചുകൂടി വലുതാക്കാം. ഗുഡ് ഗേൾ ഗൈഡ്സ് ടു മർഡർ പറഞ്ഞിട്ടുള്ള ബുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് എങ്ങനെയാ പ്രിന്റ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസ് സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോട് ഗ്ലോസി പേപ്പറിൽ പ്രിന്റ് എടുത്ത് തരാനോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെടുത്ത് തരും. ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വ്ളോഗിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്രാഫ്റ്റിന്റെ പേജ് ഉണ്ട്, അതിലേക്ക് DM ചെയ്താൽ മതി. ഒരു വൈകുന്നേരമൊക്കെ ആയ സമയത്ത് 2 പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഒരു കൊത്തു പൊറോട്ട സ്റ്റൈലിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിവിടെ ചിക്കൻ ഇടുന്നില്ല, ചിക്കന് പകരം എഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ എക്സ്പേർട്ടും ആണ്. ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം. ഇന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു വാക്കുണ്ട്, കമ്പാഷൻ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഡീപ് കെയർ ഫോർ അതേഴ്സ് വെൻ ദേ ആർ ഫീലിംഗ് സ്ട്രഗിൾഡ് ഓർ ഹേർട്ടിങ്. ഇപ്പോൾ ഒരാൾ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ പ്രസൻസ് കൊണ്ട് നമ്മൾ അവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് പറയുന്നതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. നമ്മളെ കംഫർട്ടായിട്ടുള്ള ആളെ കൂടെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ബെസ്റ്റ് ആളാണെങ്കിൽ നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അതിൻ്റെ അകത്ത് സാഡ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ ഒക്കെ നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമ്മൾ സാഡായി പോവും. പക്ഷേ നമുക്ക് ആ ഒരു ഫീലിങ്ങിനെ നമ്മളതായിട്ട് കാണാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനും പറ്റുക, നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റുന്നതിനെയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. ഒരു വേർഡും കൂടെ ഉണ്ട്, ഫ്ലീറ്റിംഗ്. കുറച്ച് നേരത്തേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെയാണ് ശരിക്കും ഫ്ലീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഏറ്റവും അടിപൊളിയായിരിക്കും, പക്ഷെ അത് ഏറ്റവും കുറഞ്ഞ സമയത്തേക്കേ നിലനിൽക്കുള്ളൂ. ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ സംസാരിച്ചിരുന്ന് ഈ വയറുവേദന ആവുന്നവരെ ചിരിച്ചൊക്കെ ഇരുന്ന് ഓരോരോ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇന്ന് രാത്രി ആവുന്ന സമയത്ത് ഇതൊക്കെ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ ആ മൂവ്മെന്റ് ഒരിക്കലും കഴിഞ്ഞു പോയിട്ടില്ല, അത് ഫ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിന്തിക്കുന്ന സമയത്ത് അത് വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യത്തിനാണ് ഫ്ലീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പത്രേ ഉള്ളൂ. ക്രാബ്സിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആയിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം. അടുത്തതായിട്ട് വരാം.